നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപമുണ്ട്. ജേക്കബ് തോമസ് IPSന്റെ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. താങ്കളുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യം, ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നു എന്നൊരാൾ പറഞ്ഞു. ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പറഞ്ഞു. ചെറിയ റാങ്കൊന്നും അല്ല അത്. അപ്പോൾ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നെങ്കിൽ അതിനേക്കാൾ വളരെ ഉയർന്ന അവസ്ഥയിലുള്ള താങ്കൾക്ക് എന്തായിരിക്കും ചിലപ്പം ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെ അതിപ്പോ ബാത്റൂമിൽ വന്ന് ചിന്തിച്ചോ, ബെഡിലിരുന്ന് ചിന്തിച്ചോ, ബസ്സിൽ ചിന്തിച്ചോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ചില ചിന്തകൾ അങ്ങനെ മനസ്സിലൂടെ ഇല്ല, ഒരിക്കലും അങ്ങനത്തെ ചിന്തകളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സമ്മർദ്ദവും എന്താ പറയാ, നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഒരു നാൽക്കവലെത്തുമ്പോൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ചിന്ത കുഴപ്പമോ, ഞാൻ പറഞ്ഞില്ല മൊമെന്ററിയിൽ ഒരു 5 വഴിയുണ്ടല്ലേ എന്ന് തോന്നുമ്പോൾ മൊമെന്ററി ആയിട്ട് നമുക്കൊരു ഇതുണ്ടാകും, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് വഴിയാണെന്നുള്ള വളരെ ക്ലിയർ ആവും. താങ്കളുടെ കരിയറിൽ ഇപ്പോൾ താങ്കൾക്ക് വളരെ സന്തുഷ്ടി, സംതൃപ്തി തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ? കുറച്ചും കൂടി കുഴപ്പമില്ല. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ രാത്രിയും കൂടെ നോക്കിയാലും ഫയൽ തീരുന്നില്ല എന്നുള്ള വർക്ക് ലോഡിന്റെ ഒരു പ്രഷർ. അതിന് വർക്ക് പ്രഷർ എന്നോ വർക്ക് ലോഡ്, ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ലോഡ് നമ്മുടെ തലയിൽ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രഷർ ഉണ്ടാവില്ലേ, വർക്ക് പ്രഷർ. അപ്പൊ അതിന്റെ അത് എൻ്റെ തന്നെ കുഴപ്പമാണ്. അത് ഈ ടൈമിനെ നമുക്കൊന്നുകൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ എനിക്ക് സാധിക്കാൻ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. അത്രത്തോളം അഴിമതി കേസുകളാണ് താങ്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ ഞാൻ തന്നെയല്ല, എൻ്റെ ഈ വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യാണല്ലോ വിജിലൻസിൽ. അപ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും ആ പ്രഷറുണ്ട്, എല്ലാവർക്കും. അപ്പോൾ ആ പ്രഷർ എനിക്ക് പ്രഷറുണ്ട്, അതുപോലെ എൻ്റെ കൂടെയുള്ള എല്ലാ യൂണിറ്റിനും അതുപോലെയുള്ള ഒരു വർക്ക് പ്രഷർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ കറപ്ഷനെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാർക്കും പല പെർസെപ്ഷൻ. അപ്പം താങ്കളുടെ ഇപ്പോഴത്തെ വകുപ്പ് എന്നുള്ളത് പ്രൈമറിലി അതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കറപ്ഷനെ പ്രതിരോധിക്കാനും നേരിടാൻ വേണ്ടിയാണ്. ചില ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുന്നു, നോക്കട്ടെ. ഏതാണ്ട് 1 വർഷം മുമ്പ് ഒരു മാധ്യമ പുരസ്കാരം ശ്രീ ജേക്കബ് തോമസ് സാറിന് കിട്ടിയിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഒരു ജൂറി, അത് അനൗൺസ് ചെയ്യുന്ന ജൂറിയിൽ ഞാൻ മെമ്പറായിരുന്നു. അന്ന് എന്നോടൊപ്പം മെമ്പറായിരുന്ന ശ്രീ അശോകൻ ചെരുവിൽ, സാഹിത്യകാരൻ, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചോദ്യ രൂപത്തിൽ പറഞ്ഞൊരു കാര്യം അത് ശരിക്കും എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്തു. കാരണം അദ്ദേഹം ചോദിച്ചു, അഴിമതിക്കാരായ ആളുകൾക്കിടയിൽ അഴിമതി ഇല്ലാതെ ജീവിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം എത്ര ദുഷ്കരമാണ്. തീർച്ചയായിട്ടും ജേക്കബ് തോമസ് സാറോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുപോലെ അഴിമതിയില്ലാത്ത ഒരുപാട് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ അഴിമതിയിൽ നമ്മൾ പറഞ്ഞു രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണെന്നല്ല പറയണത്. ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വലിയ വിഭാഗം ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ അവരെ പോലെ തന്നെ ജനങ്ങളും ഇതിൽ പങ്കാളികളല്ലേ. ഒരിക്കലും ജനത്തിൻ്റെ പങ്കാളിത്തം അല്ലെങ്കിൽ സഹകരണം അല്ലെങ്കിൽ ജനത്തിൻ്റെ ആവശ്യമില്ലാതെ അഴിമതി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് മുന്നോട്ട് പോക്ക് സാധ്യമല്ല. അതിനൊരു ഉത്തരം സാറിന് പറയാൻ പറ്റുമെങ്കിൽ വളരെ നന്നായി. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം, അഴിമതി ജനറേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നത്? അഴിമതി എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് മാത്രമോ, ഞാനതിനെ യൂണിവേഴ്സലൈസ് ചെയ്യുകയോ ട്രൈബലൈസ് ചെയ്യുകയോ ചെയ്യല്ല, എല്ലായിടത്തുമുണ്ട്. അത് ഉണ്ടാകുന്നതിന് ഒരു പ്രക്രിയയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നു. ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവണമല്ലോ, പണം. അതാണ് ഒരു ബിസിനസ് ചെയ്യണ ഒരു കാര്യമാണ്. 2, അതിനൊരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പോൾ ചില ബിസിനസ്സുകാരൊക്കെ ചില സർവീസിലുള്ള IASകാരെ ചിലപ്പോൾ റിസൈൻ ചെയ്തിട്ട് ആ ബിസിനസ്സിലേക്ക് എടുക്കും. ചില റിട്ടയർ ചെയ്ത ആൾക്കാരെ IASനും IPSനൊക്കെ ആ ബിസിനസ്സിലേക്ക് എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി. അതാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്നാണ് പറയുക. എന്നിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതൊരു അഴിമതിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ പലപ്പോഴും എന്തിനാണ്? പെർമിറ്റോ NOCയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് അതിനൊരു ചിലവുണ്ടല്ലോ, മറ്റ് ചിലവുകൾ അല്ലെ പല വക ചിലവുകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി അക്കൗണ്ടിൽ പെടുത്തുന്ന കാര്യങ്ങളിൽ ഉള്ള ചിലവുകൾ. പിന്നെ ഒന്നുള്ളതാണ് ഇൻഫർമേഷൻ ക്യാപിറ്റൽ, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. അതായത് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ, തന്ത്രം ഉണ്ടാകാനൊക്കെ ഒരു ബിസിനസ് വല്ല പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വേണ്ട കാര്യമാണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ.
അപ്പോൾ ഇതെല്ലാം ഒരു നോർമൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം അഴിമതിക്കെതിരെ ഒരു ജനവികാരം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ആ ജനവികാരം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന് ജൂൺ മാസത്തെ അസംബ്ലിയിൽ ഗവർണേഴ്സ് സ്പീച്ചിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നയമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ജനത്തിൻ്റെ വികാരവും അഭിലാഷവുമാണല്ലോ അങ്ങനെ നയമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ജനവികാരം അഴിമതിക്കെതിരാണ്, മജോറിറ്റി ആൾക്കാർ അഴിമതിക്കെതിരാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരാതികളും കുറേയധികം നമുക്ക് വിജിലൻസ് ആൻഡ് അഴിമതി അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരുന്നതും. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ അഴിമതിക്ക് കൂട്ടല്ല, സപ്പോർട്ടല്ല, അതിനെതിരാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മളുടെ ശക്തിയും, നമുക്ക് അഴിമതി അവസാനിപ്പിക്കാനും പറ്റും. ശ്രീ ജേക്കബ് തോമസ്, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് താങ്കൾ ഒരു റെയ്ഡ് നടത്തി, വളരെ പ്രധാനപ്പെട്ട റെയ്ഡായിരുന്നു. ഒരു മുൻ മന്ത്രിയുടെ വീടിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ്. സാധാരണ രീതിയിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുണ്ടാകാം, ഇവിടെ അങ്ങനെ പതിവില്ല എന്ന് ആൾക്കാർ പറഞ്ഞു. പതിവ് വിട്ടൊരു രീതിയായിരുന്നു താങ്കളുടെ, അതേ സ്വാഭാവികമായ രീതിയായിരുന്നു? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതായത് അഴിമതി നിരോധന നിയമം എന്ന് പറയുന്നത് 1988 നമ്മൾ നമുക്ക് തന്നെ തന്ന നിയമമാണ് അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി. CRPC എന്ന് പറയുന്ന അതും വർഷങ്ങളായിട്ട് നമുക്കുള്ള നിയമമാണ്. ആ നിയമം നടപ്പാക്കി. അതിൻ്റെ കൂടെ ഈ ബെനാമി ട്രാൻസാക്ഷൻസ് പ്രൊഹിബിഷൻ ആക്ട് അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമവും നമ്മൾ അതിൻ്റെ കൂടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനെപ്പറ്റി ഇപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയിലൊരു കേസ്, അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സെക്ഷൻ 345 ഈ അഴിമതി നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിനെ പറ്റി ഒരു കേസ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിച്ച ശേഷം നമ്മുടെ കേരളത്തിലും അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി പല ഡിഫൻസുകൾ നമുക്ക് ആവശ്യമാണ്. ശ്രീ ബാബുവിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലും താങ്കൾ നടത്തിയ റെയ്ഡുകൾ വളരെ സ്വാഭാവികമായിട്ട് റെയ്ഡുകളായിരുന്നു. അതിൽ യാതൊരുവിധ എന്താ പറയുക ഒരു വെഞ്ചൻസിൻ്റെയോ മറ്റ് സംഭവങ്ങളുടെയോ ഒന്നും ഒരു പ്രതലം ഉണ്ടായിരുന്നില്ല. അതിലെ താങ്കൾ പറയാൻ ശ്രമിക്കുന്നു. തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അതിപ്പോൾ വന്നു. ഞാൻ വിജിലൻസിൽ, ഞാനന്ന് ആ സമയത്ത് പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഈ പോലീസ് സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം പണിയിലുള്ള സിമെന്റ് ചേർത്തുകൊണ്ടിരിക്കുക. അതെ. ആ സമയത്ത് വിജിലൻസിൽ കഴിഞ്ഞ ജനുവരിയിലോ ഫെബ്രുവരിയിലോ വന്ന ഒരു പരാതിയുടെ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളാണതെല്ലാം. അത് ആ വിജിലൻസിന്റെ ടീം ആ യൂണിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അല്ലാതെ അതിൽ താങ്കളോട് അവർ സംസാരിക്കാതെ ചെയ്ത റെയ്ഡാണോ, അതെ താങ്കൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത റെയ്ഡാണോ, താങ്കൾ ഉത്തരവിട്ട റെയ്ഡാണോ? ഞാൻ പറഞ്ഞല്ലോ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 88 വന്നു. അതുപോലെ CRPC എന്ന് പറയുന്നത് അതിനു മുമ്പേ വന്ന നിയമമാണ്. അപ്പോൾ അത് നിയമം നടപ്പാക്കാൻ നമ്മുടെ യൂണിറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരതിൽ എന്നെക്കാളും കൂടുതൽ കഴിവുള്ളവരാണ് എൻ്റെ യൂണിറ്റിലുള്ള എൻ്റെ സഹപ്രവർത്തകർ. അവർക്ക് നന്നായിട്ട് നടപ്പാക്കാൻ അറിയാം. അപ്പോൾ നമ്മളുടെ നയം എന്ന് പറയുന്നത് സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന് നമ്മളുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഗവൺമെൻറ്റിൻ്റെ നയം ശക്തിയായിട്ട് നടപ്പാക്കുക എന്നുള്ളത് എല്ലാ ടീമും ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ 4 മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരാണെന്നുള്ള കാര്യം താങ്കൾക്കറിയാലോ. അന്ന് ഈ നയമില്ലായിരുന്നു. നയമാണ് കാര്യം. പിന്നീട് വന്ന വാർത്തകൾ താങ്കളെ ഈ റെയ്ഡിന്റെ വിവരം ചോർന്നത് കൊണ്ട് കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല, കിട്ടിയില്ല, ബാബുവിനെതിരെ ഒരു സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള എവിഡൻസ് ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ. താങ്കൾ അലോസരപ്പെടുത്തിയോ അതെയോ താങ്കൾ അത് കണ്ട് ചിരിച്ചോ? യഥാർത്ഥം എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഞാൻ ചിരിച്ചല്ലോ. അതെ, ആ ചിരിയിലെ ആ വാർത്തകളോടുള്ള ഒരു പരിഹാസമാണോ പുച്ഛമാണോ, അതെയോ ഇവരെയൊക്കെ കബളിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ്? എന്തായിരുന്നു താങ്കളുടെ ആ ചിരിയുടെ രഹസ്യം? ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു കലയുമാണ്, ശാസ്ത്രവുമാണ്, അതിലൊരു തന്ത്രവുമുണ്ട്. അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ റെയ്ഡുകളിൽ താങ്കൾ പൂർണ്ണ സംതൃപ്തനാണ്? ഈ റെയ്ഡുകളിൽ ഒരിക്കലും നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു പ്രക്രിയ അല്ല. അതല്ല, റെയ്ഡുകളുടെ ഫലത്തിൽ താങ്കൾ സംതൃപ്തനാണ്? അല്ല, അതൊരു പ്രൊസീജിയറൽ കാര്യങ്ങൾ യൂണിറ്റ് ചെയ്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് വിലയിരുത്തേണ്ടത് അത് ചെയ്ത അന്വേഷണ. എന്തായാലും താങ്കളെ പോലെ ഒരു വിജിലൻസ് ഡയറക്ടർ വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ നടന്ന
ഒരു റെയ്ഡിനെ കുറിച്ച് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരു വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചു. വിജിലൻസിന്റെ എല്ലാ കേസുകളും പ്രമാദമാണ്. കാസർഗോഡുള്ള ഒരു കേസും പ്രമാദമാണ്, വയനാട്ടിലുള്ള ഒരു കേസും പ്രമാദമാണ്, എല്ലാ കേസും പ്രമാദമാണ്. അതൊക്കെ താങ്കൾക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ അത് കേൾക്കുന്നത് നമുക്ക് കൂടെ അത് ബോധ്യപ്പെടണം എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സാണ് പ്രധാനം. ഇനി ഒറ്റ സ്ട്രൈറ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. താങ്കൾക്ക് ശ്രീ ബാബുവിനെതിരെയുള്ള ആരോപണങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് തെളിവ് ലഭിക്കാൻ വേണ്ടി ഈ റെയ്ഡ് സഹായിച്ചു ഇല്ലയോ? ഇപ്പോഴത് അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസല്ലേ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പരസ്യമായിട്ട് ഒരു അഭിപ്രായം പറയുന്ന അനുചിതമല്ലേ? അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു മറുപടിയാണ്. താങ്കൾക്ക് വേണം കുറച്ചുകൂടെ പോകായിരുന്നു, വേണമെങ്കിൽ പലതും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ വിസ്തീരിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒരു ഒരു പ്രൊഫഷണൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മളത് ഒരു അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പരസ്യമായിട്ട് നമ്മളൊരു ചർച്ച ചെയ്യുന്നത് അനുചിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അനുചിതമാണ്. ഓക്കെ, അപ്പോൾ താങ്കളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തത്തെ താങ്കൾ ഈ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? വരട്ടെ. നമസ്കാരം സാർ. അഴിമതിക്ക് കുപ്രസിദ്ധമായ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിന് അങ്ങ് നടത്തിയ പരിശ്രമങ്ങൾ എനിക്ക് നേരിട്ടറിയാം. കാരണം ഞാനന്ന് അവിടെ PRO ആയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും അങ്ങ് നടത്തിയ പരിശ്രമങ്ങൾ ഗുണകരമായ ഫലങ്ങൾ ഉളവാക്കി. പക്ഷേ അങ്ങേക്ക് ആ സ്ഥാനം വിട്ടു മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഗുണകരമായ ആ തുടർച്ച സപ്ലൈകോയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നൈരന്തര്യം ഉണ്ടാകുന്നില്ല? പിന്നീട് വരുന്ന ഓഫീസ് മേധാവിക്ക് എന്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല? വ്യക്തികളാണോ പ്രധാനം ശ്രീ ജേക്കബ് തോമസ്? ഓരോ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുമോ? ഇത് പറഞ്ഞതിന് ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു നമ്മുടെ ഗീതയിൽ നിന്നുള്ള ഒരു ഇതാണ് വന്നത്. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ അങ്ങനെ കമന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്നാലും ഞാൻ നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ കർമ്മം ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്ത് സംഭവിക്കും, അല്ലെ അതിന്റെ ബലം എന്ത് എന്ന്, അല്ലെ അതിന്റെ കോൺസിക്വൻസ് എന്താണ് വരുന്നതെന്നുള്ളതിനെ പറ്റി നമ്മളെ അധികം ആകുലപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സപ്ലൈകോയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് പോലെ അല്ല, അവിടെ അറ്റ്ലീസ്റ്റ് എൻ്റെ എന്താ പറയുക മനസ്സിനോട് എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഒരിക്കലും പിന്നെ അഴിമതി ഉണ്ടാകാത്ത വിധത്തിലുള്ള സിസ്റ്റംസ്, അതിനുള്ള പർച്ചേസ് മാനുവല്, ക്വാളിറ്റി മാനുവല്, പ്രൈസിങ് മാനുവല്, ഡിസിഷൻ മേക്കിംഗ് പാർട്ട്, അതിനുള്ള മാനുവൽസ് ഒക്കെ അന്ന് ആദ്യമായിട്ട് സപ്ലൈകോയിൽ അന്ന് നമ്മളുടെ ടീം അന്നുണ്ടാക്കി. അതിനുശേഷം കുറെ അധികം സിസ്റ്റംസ്. താങ്കൾ കൈവച്ചൊരു മേഖലയിൽ അല്ലെങ്കിൽ താങ്കൾ കൈകാര്യം ചെയ്തൊരു കേസ് പിന്നീട് താങ്കൾ ആഗ്രഹിച്ച രീതിയിൽ പോകാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇച്ഛാഭംഗം ഉണ്ടാവില്ല. ഇത് താങ്കൾ വളരെ ചെറുപ്പത്തിൽ, ഇപ്പോഴും താങ്കൾ ചെറുപ്പമാണ് എങ്കിൽ പോലും ചെറുപ്പത്തിൽ താങ്കൾ എറണാകുളത്ത് രാമവർമ്മ ക്ലബ്ബ് പോയി താങ്കൾ റെയ്ഡ് ചെയ്തു. ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരെ താങ്കൾ പിടിക്കപ്പെട്ടവരൊക്കെ വലിയ വലിയ പ്രമാണികളായിരുന്നു. വേണമെങ്കിൽ താങ്കളുടെ സഹപ്രവർത്തകരെന്ന് പറയാവുന്ന ആൾക്കാരാണ്. പക്ഷെ പിന്നീടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നാറില്ല അങ്ങനെ വരുമ്പോൾ? പിന്നീടുണ്ടായി. ഏകദേശം ഒരു 10 കൊല്ലത്തോളം എനിക്കെതിരെ കേസുകൾ പല പല കോടതികളിൽ പല പല ആൾക്കാർ കൊടുക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം അത് അവിടുന്ന് അന്ന് മറക്കാൻ എന്നെ പലരും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ 10 വർഷത്തേക്ക് അത് പിന്തുടർന്നു. സപ്ലൈകോയും അതുപോലെ തന്നെ പല പല കേസുകളായിട്ടും പീഡനങ്ങളായിട്ടും ഒക്കെ 6 വർഷത്തോളം എന്നെ സപ്ലൈകോയും പിന്തുടർന്നു. അന്ന് തീർന്നില്ല. താങ്കളെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരുപാട് പേരിൽ താങ്കൾ പക സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിൽ ഭയങ്കര പക, നിങ്ങൾ ഭയങ്കരമായിട്ട് വെഞ്ചൻസോടെ വെണ്ടറ്റയോട് കൂടിയിട്ട് വേട്ടയാടുന്നു പറയുന്നു. അങ്ങനെ ഒരു ഫാക്കൽറ്റി ഉണ്ടോ താങ്കളുടെ സ്വഭാവത്തിൽ? ഈ ചിലപ്പോൾ ചില മനുഷ്യർക്ക് അങ്ങനെ ഒക്കെ തോന്നാം. പക്ഷെ ആ മനുഷ്യരുടെ തോന്നലുകൾ ഇപ്പം നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലരിങ്ങനെ ശത്രുതാ മനോഭാവം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു 2 പേര് ശത്രുതാ മനോഭാവത്തോടുകൂടി എന്നോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും 2 സുഹൃത്തുക്കൾ
അപ്പോൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ വരട്ടെ, എങ്ങനെയാണ് താങ്കൾക്ക് ഞാൻ കൊണ്ടുതരാം, കാണിച്ചു തരാം. എനിക്ക് ഡോക്ടർ ജേക്കബ് തോമസുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് 2000-2003 കാലഘട്ടങ്ങളിൽ അദ്ദേഹം എറണാകുളത്ത് പോലീസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യമാണ്. ഞാൻ ആ കാലങ്ങളിലൊക്കെ സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഉദയ കോളനിയിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഒരവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ കോളനിയിൽ വളർന്നു വരുന്ന യുവതി യുവാക്കൾക്ക് താങ്കളൊരു ഓഫീസർ എന്നതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തും ഒരു ഗൈഡും അവരെ നിയന്ത്രിക്കുന്ന ഒരാളുമാകാമോ? എൻ്റെ മക്കൾക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ വളർത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടായി. വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങളിൽ ഇരുന്ന കുട്ടികളൊക്കെ ഇന്ന് ഒരു നല്ല നിലയിലേക്ക് എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഈ ഉന്നതനായ ഈ ജേക്കബ് തോമസ് സാറിൻ്റെ ഒരു പരിശ്രമം വളരെ ഉണ്ടെന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. ബാലൻസിങ് ആയിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ശരിയാണ്. ഞാൻ സപ്ലൈകോ ജോലി ചെയ്യുമ്പോൾ സപ്ലൈകോ ഗാന്ധിനഗറിലാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ കോളനി. ആ കോളനിയിൽ ഏകദേശം ഒരു 120-140ഓളം വളരെ ചെറുപ്പക്കാർ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന പണികൾ എന്താണെന്ന് ഞാനിപ്പോൾ പരസ്യമായിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മൾ സമൂഹം ആഗ്രഹിക്കാത്ത സോഷ്യൽ ഡെലിക്വൻസ് എന്ന് നമ്മൾ പറയുന്ന ആ പണികളിലായിരുന്നു. പക്ഷെ അവരെ തിരിച്ച് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ വർഷങ്ങൾ പരിശ്രമിച്ചു. സിസ്റ്ററും ബാക്കി കുറേ പേരും കൂടെ കൂടിയിട്ടാണ്. അതിനുശേഷം ഞാൻ സപ്ലൈകോ ജോലി ചെയ്യുമ്പോൾ, സപ്ലൈകോ ഞാൻ 2004-2007 അവിടെ അന്ന് ഞാൻ ഈ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ അന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ 2006 ആ സമയത്താണ്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഈ സപ്ലൈകോയിൽ ആരെങ്കിലും എന്നെ തൊടാൻ വന്നാൽ ഈ കോളനിയിലെ ആ പിള്ളേരോട് ഒന്ന് ഫോൺ ചെയ്താൽ മതി, കൈകാര്യം ചെയ്തോളൂ, അവരുണ്ടാവും. പക്ഷെ താങ്കൾക്ക് ആവശ്യമില്ല. പക്ഷേ കരാട്ടയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ സോഷ്യൽ നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞല്ലോ, എൻ്റെ നെറ്റ് വേറെയാണെന്ന് പറഞ്ഞ ഇതാണ്. എനിക്ക് നെറ്റുണ്ട്, പക്ഷെ അത് വളരെ സമൂഹത്തിന്റെ താഴെ ലെവലിലുള്ള ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറേയധികം ആൾക്കാർ ആ പറഞ്ഞ കോളനിയിൽ. അതുപോലെ ഞാൻ പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ വാത്തുരുത്തി കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്, പഴയ കൊച്ചി എയർപോർട്ടിന്റെ ഓപ്പോസിറ്റ്. അവിടെ അന്ന് അവിടുത്തെ ചില മീറ്റിങ്ങുകളിലും ഗ്രൂപ്പിലും ഒക്കെ ഞാൻ പോയിരിക്കും. പോലീസ് കമ്മീഷണറായിട്ടല്ല, അവിടെ എന്താ നടക്കുന്നത്, അവർക്ക് എന്താ വേണ്ടേ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാധാരണ ടിപ്പിക്കൽ ഒരു പോലീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് തൊപ്പിയൊക്കെ വെച്ച് വലിയ ആളായിട്ട് അങ്ങനെയല്ല അന്ന് ഞാൻ പോലീസ് കമ്മീഷൻ ആയിരുന്നത്. താങ്കൾ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരാം. അട്ടപ്പാടിയിൽ ആളും ആരവമൊന്നും ഇല്ലാതെ തന്നെ വന്ന് ഞങ്ങളുടെ ഒരു കുടിൽ താമസിക്കുകയും ഞങ്ങളുടെ ഊരിലത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം എല്ലാവരും അവിടുത്തെ ഊരിലെ മൂപ്പന്മാരും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടും അവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് ഞങ്ങളുടെ ആദിവാസികൾക്കിടയിൽ നല്ലൊരു മതിപ്പും, ഇങ്ങനെ വിജിലൻസിൽ ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടെന്നും വിജിലൻസ് പാവങ്ങൾക്കും കൂടി വേണ്ടി നിലകൊള്ളുന്നൊരു ഡിപ്പാർട്ട്മെൻ്റാണെന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്നാലും സാർ അവിടെ വന്നിരുന്ന് ധാരാളം ഡിസ്കഷനും മറ്റും ചെയ്തു. അവിടെ കോടിക്കണക്കിന് ഫണ്ട് വരുന്നെന്ന് അറിയുന്നു. സാറിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, അട്ടപ്പാടിയുടെ വികസനവും അട്ടപ്പാടിയിലെ അഴിമതിയും ഇല്ലാതാക്കാൻ സാറിൻ്റെ മനസ്സിലുള്ള ആ പ്ലാൻ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മറ്റൊരു വശമാണത്. പക്ഷെ ഇവരൊക്കെ ഒരുപാട് ചൂഷണത്തിന് വിധേയരാകുന്ന ആൾക്കാരാണ്. ഒരു ഇന്റർവെൻഷൻ കൊണ്ടൊന്നും ഒരു പരിഹാരവും ആകുന്നില്ലെന്നുള്ള കാര്യം നമ്മൾ. പക്ഷെ പരിഹാരമാവണ്ടേ? നമ്മുടെ കേരളം 56 കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടായി. എത്ര വർഷമായി? ഇനിയും നമ്മളുടെ പാലക്കാട് ജില്ലയിലെ ഒരു ബ്ലോക്കാണ്, 3 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ആ ബ്ലോക്കിൽ ആൾക്കാർ കഷ്ടപ്പെടുന്നു. 2 ആഴ്ച മുമ്പ് അവിടെ റേഷൻ അവർക്ക് കിട്ടിയ അരി മോശം ക്വാളിറ്റി ആണെന്ന് ഉള്ള പ്രശ്നം. അവിടുത്തെ ഒരു ആശുപത്രിയുണ്ട്, ആശുപത്രിയിൽ ഇപ്പോഴും അവിടുത്തെ വെള്ളം നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ പോയപ്പോൾ ആ പുഴയിൽ നിന്നുള്ള ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ല, പുഴയിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് അവിടെ വരികയാണ്. അപ്പം ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ പുഴയിൽ കലക്കവെള്ളമാണെങ്കിൽ ടാപ്പിലും കലക്കവെള്ളം വരും. ഫിൽറ്ററൊക്കെ ഉണ്ട്, പക്ഷേ വലിയ ഫിൽട്രേഷൻ പ്ലാന്റ്, ചെറിയ ഫിൽറ്റർ അല്ല, പക്ഷെ അത് എഫക്റ്റീവ് ആവുന്നില്ല. അതുപോലെ വീട് പണി 3 ലക്ഷം രൂപ ഓരോ വീടിനും കിട്ടും, അത് സമയത്ത് ചിലപ്പോൾ പൈസ കിട്ടത്തില്ല. ഇപ്പോഴും വീട് ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് അവർക്ക് വീട്, അപ്പോൾ അറിയാമല്ലോ അവർ വളരെ കഷ്ടപ്പെട്ട് അവർ ജീവിക്കുകയാണ്. പിന്നെ പല അങ്ങനത്തെ വിഷയങ്ങൾ.
അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബെനിഫിറ്റ് ട്രാക്കിംഗ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വിജിലൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അട്ടപ്പാടിയിൽ ഏകദേശം 28ഓളം വകുപ്പുകൾ പല പല സർവീസസ് നൽകുന്നുണ്ട്. അപ്പം ബഡ്ജറ്റ് അലോക്കേഷൻ മൊത്തം എത്രയുണ്ട്, അത് അവിടെ വലിയ ലീക്കേജ് ഇല്ലാതെ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ വലിയ ലീക്കേജ് ഇല്ലാതെ അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാക്കിംഗ്, അതാണ് ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത്, അതിൻ്റെ ഒരു ട്രാക്കിംഗ് നമ്മളിപ്പം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിംഗ് നടത്തുക. പിന്നെ ബാക്കി അവിടെയുള്ള ഊര് ബേസ്ഡ് ആണല്ലോ അവിടുത്തെ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഊരുകളിലുള്ളവർ അവരും എംപവേർഡ് ആകുന്നുണ്ട്. അവിടുത്തെ ഒരാൾ തന്നെയാണല്ലോ പറഞ്ഞത്. തോമസ്, ഇപ്പം ഈ ഒരു സിസ്റ്റം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താ കാരണം വെച്ചാൽ വ്യക്തികൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള അഴിമതികളെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിരോധിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ ഒരു കൾച്ചർ രൂപപ്പെടുത്തുക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒരു പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. വേണം ഒരാളെയും കൊണ്ടുവരാം. ഡോക്ടർ ജേക്കബ് തോമസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, പണ്ട് സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഉമ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഉമ്മൻ റിട്ടയർ ചെയ്തപ്പോൾ ആ എല്ലാ പത്രത്തിലും വന്ന വാർത്ത സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഏക ഉദ്യോഗസ്ഥൻ ഉമ്മൻ ഇന്ന് റിട്ടയർ ചെയ്യുന്നു എന്നാണ്. ഇവിടെ ഡോക്ടർ ജേക്കബ് തോമസിനോട് ചോദിക്കാനുള്ളത്, ജേക്കബ് തോമസ് റിട്ടയർ ചെയ്താൽ ഇനി വേറൊരു ജേക്കബ് തോമസ് എന്നുണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ ഇനിയും വളർത്തിക്കൊണ്ടുവരാൻ താങ്കൾക്ക് എന്ത് പ്രവൃത്തി ആ രംഗത്ത് ചെയ്യാൻ കഴിയും എന്നാണ്. ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2003 ജോലി ചെയ്തിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി സീനിയർ അഡ്വൈസറായിട്ട്. അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഈ KFR, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CWRDM കോഴിക്കോട്, അതുപോലെ അന്ന് സെൻറ്റർ ഫോർ എർത്ത് സയൻസസ് ആക്കുളം, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി അന്ന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു, അതുപോലെ TVJRE പാലോട്, നാറ്റ്പാക്ക്, അങ്ങനെ സംവിധാനങ്ങൾ. അപ്പോൾ അന്ന് ഒരു ഈ അഴിമതി, ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നോർമലി അധികം അഴിമതി ഇല്ല എന്നൊക്കെയാണല്ലോ നോർമലി നമ്മൾ കാണുന്നത്. 2003 കാര്യമാണ്. പക്ഷേ അവിടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെയും ഇങ്ങനെ പല പല ഡെഫിഷ്യൻസീസ് കാണുകയുണ്ടായി. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ സമൂഹത്തിലെ നല്ല വിവരമുള്ള, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സമൂഹത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ആ ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തുക, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഗവേഷണം നടത്തി പരിഹാരങ്ങൾ കാണുക എന്നൊക്കെയാണല്ലോ അവരുടെ ഒരു റോൾ. അപ്പോൾ അങ്ങനെ ഒരു അത് വളരെ വാല്യൂ ബേസ്ഡ് ആയിട്ട് ചെയ്യണം, അഴിമതി ഇല്ലാതെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു. ഒരു നെറ്റ്വർക്ക്, വാല്യൂ ബേസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് VPN എന്ന് പറഞ്ഞ പേരിട്ട്, ആ നെറ്റ്വർക്കിൽ അപ്പം അഴിമതി ഇല്ലാത്ത ഒരു എന്താ പറയുക ഓർഗനൈസേഷൻ എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആദ്യം 2-3 പേരെ കിട്ടി. KFRയിൽ നിന്ന് 2 പേരെ കിട്ടി, CWRDയിൽ നിന്ന് ഒരാളെ കിട്ടി, പിന്നെ TVJRയിൽ നിന്ന് ഒരാളെ, പിന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ നിന്ന് ഒരാളെ മറ്റേ കിട്ടി. അങ്ങനെ മൊത്തം ഒരു വർഷം ഉത്സാഹിച്ചിട്ട് എനിക്ക് 16 പേരെ കിട്ടി. 16 പേരെ കിട്ടി. അത് വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഈ സക്സഷൻ പ്ലാനിങ് നമ്മൾ മാനേജ്മെന്റിൽ പറയുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വിജിലൻസിന്റെ ഓരോ ജില്ലയിലും ഇപ്പോൾ വിസിൽ ബ്ലോവർ രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതായത് അഴിമതി കാണുകയാണെങ്കിൽ ഒരു ഫയൽ വരുമ്പോൾ അതിൽ അഴിമതി ഇല്ലാതെ വളരെ നല്ല ഗുഡ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ഫയലിൽ ഒരു നോട്ട് എഴുതുക. അല്ലെങ്കിൽ ഒരു ടെൻഡർ വിളിക്കുമ്പോഴാണെങ്കിലും അതിൽ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ആ ഒരു ടെൻഡർ പോകാവുള്ളൂ എന്ന വിധത്തിലുള്ള ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ അതുണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ അത് മാറ്റി നല്ല ടെൻഡർ, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെൻഡർ കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക. അപ്പോൾ അതിൽ ആ ഫയൽ പോകുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ നോക്കാൻ പറ്റി. അതിൽ ആരെങ്കിലും 1-2 പേര് അങ്ങനെ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നന്നാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക്, അത് ഡിസംബർ ആകുമ്പോഴത്തേനും അതൊരു എല്ലാ ഓർഗനൈസേഷൻസിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ ജില്ലകളിലും ഒരു 10-15 പേര് വെച്ച് ഏകദേശം ആയിക്കഴിഞ്ഞു. ഈ ചില രാജ്യങ്ങൾ, ഇപ്പം ഡെൻമാർക്ക്, നോർവേ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കറപ്ഷൻ ലെവൽ വളരെ കുറവാണ്. അവിടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങോട്ട് പറിച്ചിടാൻ വേണ്ടിയിട്ട് താങ്കൾ ഉണ്ട്. ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് ആന്റി കറപ്ഷൻ ഇൻ എനിവെയർ ഇൻ ദ വേൾഡ്, അത് നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. അത് നല്ല പ്രാക്ടീസുകൾ ബാക്കി രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിലൊക്കെ നല്ല പ്രാക്ടീസസ് ഉണ്ട്. ചില ലോക്കൽ ലെവലിലായിരിക്കാം. ഇപ്പം നമ്മൾ ഓരോ താലൂക്കിലും ഓരോ ഓർഗനൈസേഷൻസിലും
അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉള്ള അങ്ങനത്തെ ബെസ്റ്റ് പ്രാക്ടീസുകൾ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതായിരിക്കും, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, പല ലെവലിലുള്ളവർ. ചിലപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ ആയിരിക്കാം, ചില എത്രയോ വില്ലേജ് ഓഫീസേഴ്സ് നല്ല ആൾക്കാരുണ്ട്, എത്ര കൃഷി ഓഫീസേഴ്സ് നല്ലവരുണ്ട്, എത്ര സബ് രജിസ്ട്രാർ ഓഫീസേഴ്സ് നല്ല ആൾക്കാരുണ്ട്, എത്ര ഈ റേഷനിങ് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ താഴെ ലോവർ ലെവലിലുള്ള നല്ല ആൾക്കാരുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഒരു ഫീലിംഗ്, അതായത് ഒരു വളരെ ദ്രുതഗതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് സ്കീം വരുമ്പോൾ ഈ രീതിയിലുള്ളൊരു സ്ക്രൂട്ടനി പലപ്പോഴും ആ ഒരു സ്പേസിനെ പിടിച്ച് നിർത്തും. ഇപ്പോൾ താങ്കൾ തന്നെ ഒരു 10-60ഓളം ആൾക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആ അനുമതിക്ക് വേണ്ടിയിട്ട് താങ്കൾ ചെയ്യുമ്പോൾ പല ആൾക്കാരും അതിൻ്റെ അകത്ത് ബലിയാടായി പോകാറുണ്ട് എന്നുള്ളൊരു ആക്ഷേപം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ താങ്കളുടെ പ്രതികരണം? ഒരു അഴിമതിയെ പറ്റിയുള്ള ഒരു പരാതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിനെ കാണുന്നത് 5 നടപടിക്കുള്ള തുടക്കമാണ്. ഒന്ന്, ആ അന്വേഷണത്തിൽ കൂടി നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം, പ്രിവെൻറ്റീവ് എന്ന് പറയും. 2, ഈ ഒരു അഴിമതി കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റണം, ക്യൂറേറ്റീവ്. 3, ഓപ്പറേഷണലായിട്ടുള്ളൊരു എഫിഷ്യൻസി ഇതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൂട്ടാൻ പറ്റും, ഓപ്പറേഷണലായിട്ടുള്ള ആസ്പെക്റ്റ്. 4, സ്ട്രാറ്റജിക്ക്, അതായത് എഫക്റ്റീവ്നെസ് എങ്ങനെ കൂട്ടാൻ പറ്റും. ലോങ് ടൈം ആയിട്ട് ഇങ്ങനത്തെ പരാതികൾ ഇല്ലാതെ ഇനി പ്രിവെൻറ്റീവ് മാത്രം പോരല്ലോ, ജസ്റ്റ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രം പോരാ, ആ സിസ്റ്റം കുറച്ചുകൂടെ എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റും, അങ്ങനെ ഒരു സ്ട്രാറ്റജിക്ക്. അങ്ങനെ പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, ഈ ഓപ്പറേഷണൽ, അതായത് എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ സ്ട്രാറ്റജിക്, എഫക്റ്റീവ്നെസ് ഓറിയന്റേഷൻ, അങ്ങനെ ഒരു ഓറിയന്റേഷനിലാണ് നമ്മൾ ഓരോ പരാതിയെയും നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. ചില ആൾക്കാർ ബലിയാടാകാറുണ്ട് ഇതിൽ നിന്നൊക്കെ പറയുന്നു. എന്താ അതിനെക്കുറിച്ചുള്ള ഒരു താങ്കളുടെ? പല ആൾക്കാർ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ പല കേസുകളിൽ കുടുങ്ങുന്നു. ഈ അതിൽ 5ാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയാം പ്യൂണിറ്റീവ് ആസ്പെക്ട് എന്ന് പറയും. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നല്ലേ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു ആഗ്രഹം അല്ലേ? തെറ്റ് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ പല വിധത്തിലുള്ള ശിക്ഷകൾ നിയമത്തിലും നമ്മുടെ സമൂഹത്തിന്റെ സോഷ്യൽ നോംസിലും ഒക്കെ ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. ഒരാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. ആ അർഹിക്കുന്നതെന്ന് പറയുന്നതൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു നോംസിലുണ്ട്, പിന്നെ നിയമത്തിലുമുണ്ട്. അപ്പോൾ പ്യൂണിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമ്മളുടെ നിയമത്തിലുള്ളത് ചിലപ്പോൾ നിയമത്തിന്റെ ഒരു എന്താ പറയുക ട്രാക്കിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രോസസ്സിൽ കൂടെ പോകും. അപ്പോൾ അത് ബലിയാടാകുക എന്നുള്ളതല്ല, അത് നമ്മളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പ്യൂണിറ്റീവ് പ്രോസസ്സിൽ കൂടി പ്രോസസ്സിലൂടെ അയാൾ കടന്നു പോകണം. അല്ല, പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്റെ നിർബന്ധങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യമേ ഉള്ളൂ. 1 ക്യൂറേറ്റീവ്, 2 പ്രിവെന്റീവ്, 3 ഓപ്പറേഷണൽ, 4 സ്ട്രാറ്റജിക്. ഞാൻ ഈ പ്യൂണിറ്റീവ് എനിക്ക് അറിയാഞ്ഞിട്ടില്ല ഞാൻ 5ാമത്തേത് പറയാതിരുന്നത്. കാരണം എനിക്ക് അത് താല്പര്യമുള്ള വിഷയമല്ല. എനിക്ക് താല്പര്യമുള്ളത് ക്യൂറേറ്റീവും പ്രിവെന്റീവും സ്ട്രാറ്റജിക്കും ഓപ്പറേഷണലും മാത്രമാണ്. IAS ഉദ്യോഗസ്ഥന്മാർ പോലും പറയുന്നു താങ്കൾ അവരെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെർസെപ്ച്വൽ എറർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാവില്ലേ? പെർസെപ്ഷൻ എന്ന് പറയും. അത് മറ്റുള്ളവരുടെ പെർസെപ്ഷൻ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. അത് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. പെർസെപ്ച്വൽ എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് എൻ്റെ താങ്കളെ കുറിച്ചുള്ള പെർസെപ്ഷൻ ചില മാറ്റങ്ങൾ വേണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇല്ലില്ല, എന്നെ പറ്റിയല്ല. ഈ അഴിമതിക്കെതിരെയുള്ള നടപടികൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ ക്യൂറേറ്റീവ്. അതെ. അപ്പൊ അത് എങ്ങനെ എന്നുള്ളത് ഇപ്പൊ നമ്മൾ വളരെ ശക്തിയായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ 0 ടോളറൻസ് ടു കറപ്ഷൻ അല്ലെങ്കിൽ 0 കറപ്ഷൻ നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ള, ഇപ്പൊ 0 വേസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ 0 കറപ്ഷൻ അതൊരു വളരെ ശക്തിയായിട്ടൊരു നയമായിട്ടും ഒരു കൾച്ചറായിട്ട് നമ്മൾ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൾച്ചർ ചേഞ്ചില് ഈ പെർസെപ്ഷൻ ഒറ്റയടിക്ക് മാറില്ലല്ലോ, സമയമെടുക്കും. തീർച്ചയായിട്ടും ഇല്ല, ആരെയും വേട്ടയാടുന്നില്ല, ഒരു ഇൻഡിവിജ്വലിനെയും പുറകെ പോകുന്നില്ല. ഇല്ല, പകയില്ല, ഇല്ല, ദേഷ്യമില്ല, ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആങ്കർ ഇല്ല. ഭരണാധികാരികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. 6ൽ 5 ഭാഗവും രാഷ്ട്ര പുരോഗതിക്കും സൈനിക ശക്തിക്കും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഈ ഭോഗാസക്തി വർദ്ധിച്ചു വരികയാണ്. ജേക്കബ് തോമസ് സാറിനെ പോലെയുള്ള പ്രഗത്ഭരായ, സത്യസന്ധരായ, ആത്മാർത്ഥതയുള്ള
അതോടൊപ്പം തന്നെ ധാർമ്മിക ബോധമുള്ള ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് എന്നും പ്രചോദനമേകുക തന്നെ ചെയ്യും. സാർ, അങ്ങയെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ദിശാബോധമുള്ള, ലക്ഷ്യബോധമുള്ള കറയറ്റ പ്രവർത്തനം പുതിയ തലമുറകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഈ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ആവിഷ്കരിച്ചു നടപ്പിലാക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ അത് എത്രയും വേഗം ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു ന്യൂ ജനറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളിപ്പം ഇവിടുത്തെ ഈ ക്യൂറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഗ്രൂം ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. ആ ഒരു വിഭാഗത്തെ എങ്ങനെ ഗ്രൂം ചെയ്യണം? വിജിലൻസ് ഇപ്പോൾ പുതിയൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ നാഷണൽ സർവീസ് സ്കീം ഉണ്ടല്ലോ, സ്കൂളുകളിലും കോളേജിലുമുള്ള. അപ്പോൾ ആ നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോയലീഷൻ ബിൽഡിംഗ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും നാഷണൽ സർവീസ് സ്കീമിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ വന്ന ഫസ്റ്റ് മാസം ജൂണിൽ തന്നെ വിളിച്ച് സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്ററും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തു. അതിനുശേഷം എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജ് ലെവലിലേക്ക് അങ്ങ് ആയി വരുന്നതേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ആ ഒരു NSSുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അവരെ ആൻറ്റി കറപ്ഷൻ എന്നുള്ള ഒരു കോൺവെർസേഷൻ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ആ ലെവലിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മളുടെ വായനശാലകൾ, 7500 ഗ്രാമീണ വായനശാലകൾ, അല്ലെങ്കിൽ അറിയാമല്ലോ ലോക്കൽ ലൈബ്രറീസ്. അപ്പോൾ ആ ലൈബ്രറികളുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വായനശാലകളിൽ വരുന്നവരും എല്ലാ പ്രായമുള്ളവരുണ്ടാകും, എന്നാലും കൂടുതൽ ചെറുപ്പക്കാർ വന്ന് മാസികകൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വേദിയാണ് അവിടെ. അപ്പോൾ അവിടെയും ഈ കറപ്ഷനെതിരെയുള്ള, അഴിമതിക്കെതിരെയുള്ള ഈ ഒരു സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അത് ബാക്കി സ്കൂൾ കോളേജ് ലെവലിലേക്ക് എങ്ങനെ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കാരണം ഇതെല്ലാം ഒരു എമർജൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അതിനുള്ള നടപടികൾ തുടങ്ങി. അതാണ് നാഷണൽ സർവീസ് സ്കീമിൽ കൂടിയാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. You have in fact a long list of academic distinctions which include a doctoral level degree from XLRA in Human Resource Management, another PhD, and even a certificate program in yoga and meditation. And we have between us discussed on various occasions how certain management principles and leadership qualities can be applied in while dealing with governmental problems. Today's world, increasingly governments are trying to apply corporate management principles in the running of governmental organizations. My question is, how relevant and effective have you found your management training to be while dealing with some of the issues in the social sector in the government? If you could give us a few interesting insights around that with a few specific instances, that would indeed be great. നിങ്ങളുടെ ഒരു മാനേജ്മെന്റ് ട്രെയിനിങ് എത്ര കണ്ട് താങ്കളുടെ ഇപ്പോഴുള്ള പ്രൊഫഷനെ സഹായിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ അത്രയും മാനേജ്മെന്റ് ട്രെയിനിങ് എനിക്കില്ല. അദ്ദേഹം IIT പ്രോഡക്റ്റും IIM ബാംഗ്ലൂർ അങ്ങനെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടിയ ഒരു ആളാണ്. പക്ഷേ അദ്ദേഹമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഈ നമ്മുടെ എസ്പെഷ്യലി ആൻറ്റി കറപ്ഷൻ മേഖലയിൽ എങ്ങനെ മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് നടപ്പാക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ഇനീഷ്യേറ്റീവ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ക്രിയേറ്റീവ് വിജിലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ തുറന്നു. ക്രിയേറ്റീവ് വിജിലൻസ് ഒരു നമ്മൾ മാനേജ്മെൻറ്റ് പാർലൻസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പോർട്ട്ഫോളിയോ അപ്രോച്ചാണ്. ഒരു കുറേയധികം മെഷേഴ്സ് അതിനകത്തുണ്ട്. പിന്നീട് കൺകറൻറ്റ് വിജിലൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പിന്നീട് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഓഫീസുകളിലും പോയി ഓഫീസിൻ്റെ അകത്തുള്ളവരോട് നിങ്ങൾ അഴിമതിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വരുമ്പോൾ അവരുടെ ഈ റൈറ്റ് ടു സർവീസ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതൊക്കെ നടക്കുന്നുണ്ട്, സേവനങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. പുറത്തുള്ളവരോട് നമ്മൾ ചോദിക്കും. അതായത് ഈ ഇത് ഗവേൺഡ് എന്ന് പറയുമല്ലോ, അതായത് മറ്റേ ഗവേണിങ്ങും ഗവേൺഡും രണ്ട് സൈഡും നമ്മൾ കൺകറൻ്റായിട്ട് ഉള്ളൊരു വിജിലൻസിൻ്റെ അർത്ഥം തന്നെ വാച്ച്ഫുൾനെസ് എന്നാണ്. അപ്പോൾ നമ്മുടെ പണി അതാണ്, വാച്ച്ഫുൾ ആകുക. അപ്പോൾ ആ കുറേയധികം കൺസെപ്റ്റുകൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ നിന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നിന്നും ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ നിന്നും ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്നും നമ്മൾ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, കസ്റ്റമർ ഡിലൈറ്റ് എന്നോ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന. അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ വരുന്ന ഒരു
സാധാരണ ഒരാൾ എന്തെങ്കിലും കാര്യത്തിന് വരുന്നതായിരിക്കാം, ഒരു പെർമിറ്റിന് വരുന്നതായിരിക്കാം, സർട്ടിഫിക്കറ്റിന് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ റേഷൻ കടയിൽ റേഷൻ വാങ്ങിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വന്നു കഴിഞ്ഞാലും അത് ഡിലേറ്റോടുകൂടി അവിടുന്ന് തിരിച്ചു പോകാൻ പറ്റണം. അതാണല്ലോ കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എങ്ങനെ നമ്മുടെ ഗവേണൻസ് സംവിധാനത്തിലുള്ള പ്രോസസ്സുകളെയും പീപ്പിളിനെയും ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ടു ഡിലൈറ്റ് ദ കസ്റ്റമർ. അത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം ഇപ്പോൾ ഇൻഫ്യൂസ്ഡ് ആണ്, ഓർ എംബഡഡ് ആണ്. ഇതിനൊക്കെയുള്ള സമയം താങ്കളുടെ കയ്യിലുണ്ടോ? ആദ്യം പറഞ്ഞ യോഗയുടെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഒരു കർമ്മത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പം ഇപ്പം നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ഇതിനു വേണ്ടി തന്നെ പൂർണ്ണമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് താങ്കളുടെ ഒരു 1 year പ്ലാനൊക്കെ താങ്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടോ, അതെയോ വളരെ ഷോർട്ട് ടേം ആണോ പ്ലാനുകൾ? നാളത്തെ പറ്റി അധികം പ്ലാൻ ചെയ്യുന്ന, പണ്ട് കാലത്തൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു, 1 വർഷം 3 വർഷം 5 വർഷം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഇതെന്നൊക്കെ. പക്ഷേ പിന്നീട് മനസ്സിലായി അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വലിയ കാര്യമില്ല. താങ്കളുടെ ജീവിതം കൊണ്ട് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരാൾ വരട്ടെ. സുഭാഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? കേരളത്തിലുള്ള എല്ലാവരും താങ്കളെ അറിയുന്നത് ഡോക്ടർ ജേക്കബ് തോമസ് IPS എന്നാണ്. എന്തുകൊണ്ട് ഞാൻ താങ്കളെ സുഭാഷ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കൊള്ളാം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരാവശ്യം. ഏതാണ് ഒരു പുതിയ രഹസ്യം? എന്നെ ഈ ഫാമിലി സർക്കിളിൽ പ്രസാദങ്ങൾ ഒക്കെ എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് ഫാമിലി സുഹൃത്താണല്ലോ. അപ്പം താങ്കളുടെ പേര് സുഭാഷ് എന്നാണ് അവിടെ? ഫാമിലിക്കുള്ളിൽ അങ്ങനെയാണ്. സഭാഷ് ആകട്ടെ. താങ്ക് യു. ആകസ്മികമായിട്ട് സിവിൽ സർവീസിലേക്ക് വന്നു. ഒരുപക്ഷെ ഞാൻ വഴിതെറ്റി വന്നതാണ്, എനിക്ക് പറ്റിയൊരു മേഖലയല്ല എന്നൊക്കെ ഒരു ചിന്ത താങ്കളെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിയിരുന്നു ഇല്ലേ? വേണമെങ്കിൽ താങ്കൾ വേറെ എവിടെയൊക്കെ എത്തിപ്പെടേണ്ടതാണ്. താങ്കളൊരു കൃഷി വിദഗ്ധനാണ്, കൃഷി ശാസ്ത്രജ്ഞനാണ്, മറ്റൊരുപാട് അവസരങ്ങൾ താങ്കൾക്ക് കിട്ടിയിരുന്നു, പല കമ്പനികൾ കിട്ടിയിരുന്നു. വേണമെങ്കിൽ US പോയിട്ട് വേണമെങ്കിൽ പഠിച്ച് അവിടെ വേണമെങ്കിൽ വലിയ ഉദ്യോഗം നേടായിരുന്നു. ഒന്നും താങ്കൾ ഇതൊരു പ്യുവർ ആക്സിഡൻ്റ് ആണോ? എന്താണിത്? വാട്ട് ഈസ് ആക്ച്വലി ദിസ് സിവിൽ സർവീസിലേക്കുള്ള താങ്കളുടെ വരവ്? ഈ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് വളരെ ചെറുപ്പത്തിലെ ആ പർപ്പസ് മനസ്സിലാക്കുന്ന കുറേ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ലൈഫിനെ കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടോ വ്യക്തതയില്ല എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പ്ലാൻ ചെയ്യുന്ന 1 വർഷത്തേക്കുള്ള പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ഇന്നത്തെ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു സ്ഥാപനമാകുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് 3 വർഷത്തേക്ക് വരെയുള്ള ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻസ് ഒക്കെ ഇപ്പം ബേസിക്കലി ഒരു 3 വർഷമാണ് അതിൻ്റെ ഒരു കാലാവധി. അപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. അത് സ്ഥാപനത്തിൻ്റെ ഒരു മാനേജീരിയൽ റിക്വയർമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അല്ലെങ്കിൽ പർപ്പസ് ഷിഫ്റ്റിംഗ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ഒരു അവതാര ലക്ഷ്യം എന്തായിരിക്കും ആക്ച്വലി? അതറിയാമെങ്കിൽ ഇത്ര എളുപ്പമായിരുന്നു. ചിലർ പറഞ്ഞു ശ്രീ ജേക്കബ് തോമസ് ജോലിയൊക്കെ രാജിവെച്ചിട്ട് അമേരിക്കയിലേക്ക് കുടിയേറാൻ പോവുകയാണെന്ന്. താങ്കളുടെ 2 മക്കൾ അവിടെ പഠിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അത് ഇനിയും അത് നടക്കില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത്, അത് ചിലപ്പോൾ അമേരിക്ക ആകാം, ചിലപ്പോൾ ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യമാകാം, ചിലപ്പോൾ അത് നമ്മുടെ തന്നെ രാജ്യത്തുള്ള ഹിമാചൽ പ്രദേശിലെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലമാകാം, വേണമെങ്കിൽ കൊടകിലും ആകാം. കൊടകിൽ താങ്കൾക്ക് എന്തോ അവിടെ സ്ഥലമുണ്ട്, കൃഷി സ്ഥലമുണ്ട്. താങ്കൾ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ട്. 10-30 വർഷമായിട്ട് അവധി കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി ഈ കറണ്ടും ന്യൂസ് പേപ്പറും TV-യും ഒന്നും ഇല്ലാതെ വളരെ പച്ചയായിട്ട് നേച്ചറിൽ കൃഷിയാണ് അവിടെ. കാപ്പിയാണ് പ്രധാന. അതെ. ഹൈ റേഞ്ചിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് താങ്കൾ ചിന്തിക്കുന്നില്ലേ? അവിടെ വെള്ളവും മറ്റേ കശുമാവും ഇല്ലാത്തതുകൊണ്ട് താങ്കൾ തിരിച്ചു പോകില്ല എന്നുള്ളതാണോ? അല്ല, ഇനി
നമ്മുടെ യാത്ര എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് നാളെ നമുക്ക് കൃത്യം ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരിക്കലും പറയാൻ എങ്കിലും ഒരു പറ്റില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ശ്രീ ജേക്കബ് തോമസ്? താങ്കളൊരു ഒരു കൃഷിക്കാരനാണോ താങ്കൾ? ബേസിക്കലി ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു അഗ്രികൾച്ചറിസ്റ്റ് എന്നുള്ളൊരു സാധനം പറയാൻ പറ്റുമോ? അടിസ്ഥാനപരമായിട്ട് പലതും. ഏറ്റവും എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാനൊരു റിസർച്ചറാണ്. ഗവേഷണം നടത്തുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ആ ഗവേഷണം നടത്തുന്ന പ്രോസസ്സ് അതിൻ്റെ നടത്തിയ ശേഷം എന്ത് കിട്ടി എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് അതും എനിക്ക് ഇഷ്ടമുള്ളൊരു പണിയാണ്. അപ്പോൾ അത് കാർഷിക മേഖലയിലെ ഗവേഷണം ആണ് എനിക്ക് അറിയാവുന്ന ഒരു ഗവേഷണം, കൂടുതൽ അറിയാവുന്ന. മാനേജ്മെൻറ്റിലെ ഗവേഷണവും ഞാൻ മാനേജ്മെൻറ്റിൽ ഒരു PhD ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റിയും എനിക്ക് കുറച്ചറിയാം. പിന്നെ ഈ പ്രാക്ടീസ് കഴിഞ്ഞ് കുറേ വർഷമായിട്ട് മാനേജ്മെൻറ്റിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഗവേഷണ അല്ലെങ്കിൽ റിസർച്ച് അപ്രോച്ച് ആ ജോലിയിൽ കുറേ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഗവേഷണങ്ങൾ അതും ഇഷ്ടമാണ്. അപ്പോൾ ഗവേഷണമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണി, ഏറ്റവും ഇഷ്ടമുള്ള പണി. അത് ഒരാളും കൂടി വരുന്നുണ്ട്. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ശ്രീ ജേക്കബ് തോമസ് അന്ന് പോലീസിൽ അദ്ദേഹം പോലീസിന് പുറത്തുള്ള ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിച്ചത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ അടുത്ത് ഇടപഴകി അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിനുള്ള സന്ദർഭം ലഭിച്ചിട്ടില്ല. നിയമപരമായ കാര്യങ്ങൾ നീതിപൂർവം ചെയ്യുന്നതിന്, നിഷ്പക്ഷമായി പോകുന്നതിനൊക്കെ ഇടയാവട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അത് സ്വീകാര്യമായിട്ടുള്ളൊരു വളരെ സ്വീകാര്യമായിട്ടുള്ള വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഞാനത് ആ ഒരു കമന്റ്. ഇന്ന് തന്നെയല്ല ഗാന്ധിജിയുടെ ആ ഒരു ബുക്കും പിടിച്ച് വടിയും പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതിമയുടെ പിൻബലത്തോടെ ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച അതാണ്. നമ്മുടെ ഒരു സ്നേഹിതനാണ് ശ്രീ ജേക്കബ് തോമസ്. എല്ലാവിധ ഭാവങ്ങളും ഇനിയും താങ്കളോട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു ടെലിവിഷൻ പരിപാടിക്ക് അതിൻ്റെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. താങ്കൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളൊക്കെ മനോഹരമായിട്ട് നിർവഹിക്കാനുള്ള ശേഷി, മാനസികവും ബുദ്ധിപരവും കായികപരവുമായിട്ടുള്ള ശേഷി താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം.